Hi, ഞാൻ ഡോക്ടർ പ്രസാദ് മേനോൻ, ഓർത്തോപെഡിക് സർജൻ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപെഡിക് സർജറി ആൻഡ് സ്പോർട്സ് മെഡിസിൻ, കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കാസർഗോഡ്. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസിനെ പറ്റിയിട്ടാണ്. റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ അകത്തുള്ള ഒരു മാംസപേശികളുടെ ഗ്രൂപ്പാണ്. ഇത് സാധാരണ ഇഞ്ചുറി വരുന്നത് ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ്, വോളിബോൾ പ്ലെയേഴ്സ് എന്നിവർക്കാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈവൻ ക്രിക്കറ്റിൽ ബൗളിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് വരാവുന്നതാണ്. റൊട്ടേറ്റർ കഫിന്റെ ഇഞ്ചുറീസ് നമ്മൾക്ക് 50%-ലധികം ഡാമേജ് ഉണ്ടെങ്കിൽ സർജിക്കലി ആണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ആർത്രോസ്കോപ്പിക് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 50%-ന് താഴെയുള്ളതിനെ നമുക്ക് കൺസർവേറ്റീവും ഇഞ്ചക്ഷൻസും എക്സസൈസും വെച്ച് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ആർത്രോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് ചെയ്തു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഫിസിയോതെറാപ്പി ചെയ്ത് എക്സസൈസ് കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 3 to 6 months നോർമൽ ലൈഫിലേക്ക് എത്താവുന്നതാണ്.